ഹജ്ജ് തീർത്ഥാടകർ രാജ്യത്ത് പ്രവേശിക്കുന്നതോടെ സുരക്ഷാ പദ്ധതികൾ നടപ്പാക്കി തുടങ്ങുമെന്നും അനുമതി പത്രമില്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും അസൂലി പറഞ്ഞു. അനധികൃതമായി തീർത്ഥാടകർ മക്കയിൽ പ്രവേശിക്കുന്നതോടെ നിയമവിധേയമായി ഹജ്ജിനെത്തുന്നവർക്ക് ഒരുക്കിയ സേവനങ്ങളും സൗകര്യങ്ങളും സുരക്ഷയും അട്ടിമറിക്കപ്പെടുന്നതിനാലാണതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഹജ്ജ് സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പൂർത്തിയായതായി സുരക്ഷാ കമാൻഡർ കേണൽ അബ്ദുല്ല അസ്ഹ്റാനി പറഞ്ഞു. ഹജ്ജ് വേളയിൽ സുരക്ഷാ സംബന്ധമായി ലഭിക്കുന്ന നിരീക്ഷണ ചിത്രങ്ങൾ വിവിധ സുരക്ഷാ കേന്ദ്രങ്ങൾക്കിടയിൽ കൈമാറും. മക്ക അതിർത്തികളിൽ മലയിടുക്കുകളിലൂടെയും മറ്റുമുള്ള നുഴഞ്ഞുകയറ്റക്കാരെയും നിയമവിധേയമല്ലാതെ മക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ പിടികൂടുന്നതിന് ഒരുക്കിയ മൊബൈൽ നിരീക്ഷണ ക്യാമറകളും സുരക്ഷാ സേനയെ സഹായിക്കും. പുണ്യനഗരികളിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ഹജ്ജ് തീർത്ഥാടകരെ വഹിച്ചെത്തുന്ന വാഹനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ പ്രത്യേക വിഭാഗം സജ്ജമായി കഴിഞ്ഞു. വിദേശികളായ തീർത്ഥാടകർക്ക് സുഗമമായി ഹജ്ജ് നിർവഹിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ കൈമാറാനും സംവിധാനമുണ്ട്. ഇംഗ്ലീഷ്, ഉറുദു, പേർഷ്യൻ, ഫ്രഞ്ച് ഭാഷകളിൽ പരിജ്ഞാനമുള്ള സുരക്ഷാ വിഭാഗങ്ങളും തീർത്ഥാടകരുടെ സേവനത്തിനായി ഉണ്ടാകും. ഇത്തരം സേവനങ്ങൾ നിർവഹിക്കുന്നതിനായി 800-ലധികം പേരെ സജ്ജമാക്കിയിട്ടുണ്ട്. മൂസക്കുട്ടി വെട്ടിക്കാട്ടിരി, മീഡിയ 1, ജിദ്ദ.